ഹലോ, നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ കൊണ്ടിട്ട് പാസ്ത എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇവിടെ പച്ചക്കറി അങ്ങനെ ഓടത്തില്ല കേട്ടോ. പച്ചക്കറി ഓവറായിട്ട് ഈ മാഗിയിലോ പാസ്തയിലോ അങ്ങനെ ചേർക്കുന്നതൊന്നും ഇവിടെ ആർക്കും ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു ക്യാരറ്റും പകുതി സവോളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു ബൗള് പാസ്തയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് ഇത്തിരി നെയ്യിൽ കുരുമുളകും ഉപ്പും കൂടെ ഇട്ട് സോട്ട് ചെയ്തെടുത്തു. ആ പാനിൽ തന്നെ ഞാൻ കുറച്ച് നെയ്യ് വീണ്ടും ഒഴിച്ചിട്ട്, ശരിക്കും ബട്ടറാണെന്ന് തോന്നണം കേട്ടോ നല്ലത്, എനിക്കങ്ങനെ അറിയില്ല, ഞാൻ നെയ്യാണ് എടുക്കാറ്. എന്നിട്ട് കുറച്ച് മൈദയും കൂടെ എടുത്തിട്ട് അങ്ങനെ മൈദ ഇട്ട് ഞാൻ വഴറ്റി വന്നപ്പോഴത്തേക്കുമാണ് ഓർക്കുന്നത്, നമ്മുടെ വെളുത്തുള്ളി മൂപ്പിച്ചില്ലല്ലോ. നമ്മുടെ മെയിനായിട്ട് ഈ സോസിലിൻ്റെ ഫ്ലേവർ തരുന്നത് നമ്മുടെ വെളുത്തുള്ളിയാണ്. അതുകൊണ്ട് ഞാൻ നമ്മുടെ മാവങ്ങ് മാറ്റി വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് വെളുത്തുള്ളി സോട്ട് ചെയ്തെടുത്തു. ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ ഞാൻ ഒരു 1/2 സ്പൂൺ ഓളം പൊടിയാണ് കേട്ടോ ഞാനെടുത്ത്. അത്രയും മതിയാവും, പെട്ടെന്ന് കുറുകി വരും. തിളപ്പിച്ചാറിയ പാലാണ് ചേർത്ത് കൊടുത്തത്. നമുക്കറിയാം അത് കുറുകുന്ന പാകമാകുമ്പോഴത്തേക്കും തീ ഒന്ന് ചെറുതാക്കി വെച്ചിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തു. കുരുമുളകും ഞാൻ പച്ചക്കറിയിൽ ഈ ക്യാരറ്റൊക്കെ വഴറ്റിയപ്പോൾ അത്യാവശ്യം ചേർത്തുകൊണ്ട് പിന്നെ ഞാൻ കുരുമുളകൊന്നും ഇട്ടില്ല. പിന്നെ എന്താ പറയുക, എല്ലാവർക്കും ഒരു അബദ്ധം പറ്റുമെന്ന് പറഞ്ഞ പോലെ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പാസ്ത ഇട്ടായിരുന്നു. ഇത് ഞാൻ ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ഇട്ട് വേവിച്ചെടുത്ത പാസ്തയാണ്. അത് കാണിക്കാൻ വിട്ടുപോയി, ക്ഷമിക്കണം കേട്ടോ. എന്തായാലും ആ സോസിലോട്ട് നമ്മുടെ പാസ്തയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഉപ്പൊക്കെ നോക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വേറെ ഒന്നും വേണ്ട, അടിപൊളിയായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.